അപ്പം ഇന്ന് നമ്മൾ അതേ ചാപ്റ്ററിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 10 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നും നമ്മളൊരു 10 പ്രോബ്ലംസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് ദാറ്റ് ദ സാമ്പിൾ മീൻ എക്സ് ബാർ ഈസ് ദ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ. അതായത് എക്സ് ബാർ ആണ് പോപ്പുലേഷൻ മീനിൻ്റെ ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെൻ മീൻ ഈസ് മ്യൂ ആൻഡ് വേരിയൻസ് ഈസ് സിഗ്മ സ്ക്വയർ ബൈ എൻ. എക്സ് ബാർ എന്ത് ചെയ്യുന്നു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. ഇപ്പം മീൻ മ്യൂ ആവുകയും വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ ആവുകയും ചെയ്യുമ്പോൾ എക്സ് ബാർ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്, when limit n tends to infinity, probability of mod x bar minus mu less than epsilon is equal to 1. അതായത് എക്സ് ബാറും മ്യൂവും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ വാല്യൂ ലെസ് ദാൻ ആപ്സിലോൺ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറിയൊരു നമ്പറാണ്. അപ്പോൾ എക്സ് ബാറും മ്യൂവും ഒരുപോലെ വരുന്ന വാല്യൂസ് ആണ്. അപ്പോൾ എക്സ് ബാറും മ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആപ്സിലോണിനേക്കാളും ചെറുതാവുക എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ വളരെ ചെറുതാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ്. ലിമിറ്റ് n tends to ഇൻഫിനിറ്റിയിൽ നമ്മൾ പ്രോബിലിറ്റി ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ് ബാർ മൈനസ് മ്യൂവിനും ആപ്സിലോണിനും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, സിഗ്മ ബൈ റൂട്ട് എൻ അഥവാ അതിൻ്റെ വേരിയൻസിനെ കൊണ്ട്, വേരിയൻസ് അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് വേരിയൻസ് കിട്ടിയത് എന്തായിരുന്നു, സിഗ്മ സ്ക്വയർ ബൈ എൻ എന്നാണ്. വേരിയൻസ് കിട്ടിയത് സിഗ്മ സ്ക്വയർ ബൈ എൻ എന്നാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ, ആപ്സിലോൺ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് എൻ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് എൻ ബൈ സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എന്നെ നമ്മൾ സെഡ് എന്നാണ് എന്ത് ചെയ്യണത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എൻ നമ്മൾ ഈ സെഡ് എന്ന് പറയുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ന് മീൻ മൈനസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് എന്താ ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. എവിടെയും ചെയ്തതാണ്, മീൻ മൈനസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മുകളിലുള്ള ഇതിൽ എന്ത് ചെയ്യുന്നു, എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് എന്നിന് പകരം സെഡ് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് n tends to ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ മോഡ് z ലെസ് ദാൻ ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, സെഡിൻ്റെ വാല്യൂ മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മേൻ്റെയും പ്ലസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മേൻ്റെയും ഇടയിലായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ. മോഡ് z ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെഡിൻ്റെ വാല്യൂ -2 +2 ഇടക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് n tends to ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ പ്ലസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മേൻ്റെ ഇടക്കായിരിക്കും എന്ത്, സെഡിൻ്റെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ സെഡിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, എന്താ ഇങ്ങനെ വന്ന അതിൻ്റെ അർത്ഥം, മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ ടു പ്ലസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ ഇൻറ്റഗ്രേറ്റ് ചെയ്ത 1/√2π e റൈസ് ടു -1/2 z² dz ഇസ് ഈക്വൽ ടു 1. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ പഠിച്ച കാര്യമാണെന്ത്, ഇത് അല്ലേ, ഇൻറ്റഗ്രൽ 1/√2π e റൈസ് ടു -1/2 z² dz എന്ന് പറയുന്ന ഇതിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. നമുക്കറിയാം ആസ് n tends to ഇൻഫിനിറ്റി, എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ എന്ന് പറയുന്നത്, റൂട്ട് എൻ എന്ന് പറഞ്ഞാൽ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ റൂട്ട് എൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് തന്നെയാണ് പോവുക. അതായത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് അത് ടെൻഡ് ചെയ്യും. മുകളിലുള്ള ആപ്സിലോൺ റൂട്ട് എൻ ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, -∞ ടു +∞ 1/√2π e റൈസ് ടു -1/2 z² dz വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻസീൻ്റെ
ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൺസിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യത്തിൽ എന്ത് ചെയ്തു എത്തി. അതായത് എക്സ് ബാർ എന്താണ്, കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. സ്റ്റേറ്റ് ദാറ്റ് ദ സാമ്പിൾ വേരിയൻസ്, ഇവിടെ സാമ്പിൾ മീൻ ആയിരുന്നു എടുത്തത് അല്ലേ, എക്സ് ബാർ ആയിരുന്നു എടുത്തത്. ഇവിടെ സ്റ്റേറ്റ് ദാറ്റ് ദ സാമ്പിൾ വേരിയൻസ് ഈസ് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് ദ പോപ്പുലേഷൻ വേരിയൻസ് ഇൻ ദ കേസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ എൻ മ്യൂ സിഗ്മ. നോർമൽ പോപ്പുലേഷൻ്റെ കേസ് എടുക്കുമ്പോൾ സാമ്പിൾ വേരിയൻസ് എന്താണ്, കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. സാമ്പിൾ വേരിയൻസ് ഈസ് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് എന്ന് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്, ഈ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണിക്കുന്നതൊക്കെ നമുക്ക് ഒരേ പാറ്റേൺ തന്നെയാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലെറ്റ് x1, x2, x3, etc. xn be n random samples from normal population with a mean mu and variance sigma square. With normal population with a mean mu and variance sigma square. Let x bar be the mean and s square is the variance. x bar ആണ് മീൻ, s square ആണ് എന്ത് വേരിയൻസ്. അപ്പോൾ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്, ഇവിടെ s square എന്ന് പറയുന്ന സാമ്പിൾ വേരിയൻസ് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ വേരിയൻസ് ആണ്. അപ്പം ഇത് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് കാണിക്കാൻ വേറൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. ഇത് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ എന്താണെന്ന് നമുക്കറിയാം. നമ്മളതിന് മുന്നുള്ള പ്രോബ്ലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ ആണ്. n മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം, 1 മൈനസ് 1 ബൈ n എന്ന് എന്ത് ചെയ്യാം, മാറ്റാം. 1 മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ. 1 മൈനസ് 1 ബൈ n സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ, എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് ആകുമ്പോൾ 1 ബൈ n ടെൻസ് ടു 0 ആവും. അപ്പോൾ 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 ആവും. 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആവും. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു സിഗ്മ സ്ക്വയർ കിട്ടും. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 ഇൻറ്റു n മൈനസ് 1 ബൈ n സ്ക്വയർ സിഗ്മ റൈസ് ടു 4 ആണ്. വിച്ച് വിൽ ടെൻഡ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമ്മൾ സഫിഷ്യൻറ്റ് കണ്ടീഷൻ, കൺസിസ്റ്റൻസിൻ്റെ രണ്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെയായിരുന്നു. രണ്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻ. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു എന്താവുക, സിഗ്മ സ്ക്വയർ. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു സിഗ്മ സ്ക്വയർ ആവുക എന്ന് പറഞ്ഞാൽ അതിലെന്തുണ്ടാവുക, അൺബയസ്ഡ് ആവുക. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. എപ്പോഴാണ് അത് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അൺബയസ്ഡ് ആവുക. വേരിയൻസ് ഓഫ് എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 0 ആവുക ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അൺബയസ്ഡ് ആവുക, പോരാത്തതിന് വേരിയൻസ് ടെൻസ് ടു 0 ആവുക. ഇത് രണ്ടായിരുന്നു സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഫോർ സാറ്റിസ്ഫൈയിങ് കൺസിസ്റ്റൻസി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രണ്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, ദെർഫോർ എസ് സ്ക്വയർ ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ സിഗ്മ സ്ക്വയർ. എസ് സ്ക്വയർ എന്താണ്, സിഗ്മ സ്ക്വയറിന് കൺസിസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അപ്പം രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാം. ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ പറയുന്ന എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയറും വേരിയൻസ് ഓഫ് എസ് സ്ക്വയറും നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഇത് അത്രയും എന്തായത് എളുപ്പമായത്. ഇത് നമ്മളിതിന് മുന്നേ ഉള്ള പ്രോബ്ലത്തിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എസ് സ്ക്വയറും വേരിയൻസ് ഓഫ് എസ് സ്ക്വയറും നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര എളുപ്പമായത്. അങ്ങനെ അതിങ്ങനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നമ്മൾ അന്നേരം എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും. അപ്പോൾ ഇതും എന്തായിരിക്കും, ഒരു ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയായിരിക്കും. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യുക. ഒന്നുകിൽ സഫിഷ്യൻ്റ് ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം, കൺസിസ്റ്റൻ്റ് ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രൂവ് ചെയ്യേണ്ടി വരും. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. അടുത്ത പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ, ലെറ്റ് n ബി ദ നമ്പർ ഓഫ് ബെർണോളിസ് ട്രയൽസ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബെർണോളിസ് എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ട്രയൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എക്സ് ബി ദ നമ്പർ ഓഫ് സക്സസസ് ഇൻ എ സീരീസ് ഓഫ് n ട്രയൽസ് വിത്ത് പ്രോബിലിറ്റി ഓഫ് സക്സസ് p. നമ്മൾ കണ്ടിട്ടുണ്ട് പ്രോബിലിറ്റി ഓഫ് സക്സസ്, പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ഒക്കെ വരുന്ന ബെർണോളിസ് ട്രയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോർ ഈച്ച് ട്രയൽ then show that x by n is a consistent estimator of p. x by n എന്ന് പറയുന്നത് p യുടെ ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ബെർണോളി സ്റ്റൈലിൻ്റെ കേസിൽ നമ്മൾ കണ്ടൊരു കാര്യം നമുക്കറിയാം, വി നോ ലാർജ് സാമ്പിൾസ് എക്സ് ബൈ എൻ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പി മീൻ പി ആൻഡ് ഇവിടെ വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുള്ള കേട്ടോ, വേരിയൻസ് എല്ലാം വന്നിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് പി ക്യൂ ബൈ എൻ. അപ്പോൾ മീൻ പി ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് പി ക്യൂ ബൈ എൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് എക്സ് ബൈ എൻ എന്ന് ചെയ്യുന്നത് follows normal distribution with mean p and standard deviation root pq by n. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നിങ്ങൾ പഠിച്ച ഓർമ്മ ഉണ്ടാവും, വിത്ത് മീൻ എൻ പി ആൻഡ് വേരിയൻസ് എൻ പി ക്യു, വിത്ത് മീൻ എൻ പി ആൻഡ് വേരിയൻസ് എൻ പി ക്യു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതേ സംഗതി തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അവിടെ എക്സ് ഫോളോസ് ആയിരുന്നു, ഇവിടെ എക്സ് ബൈ എൻ ആണ്. എക്സ് ബൈ എൻ ആകുമ്പോൾ എൻ പിയും റൂട്ട് പി ക്യൂ ബൈ എന്നും ആണ്. വേരിയൻസ് അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് പി ക്യൂ ബൈ എന്ത് വരും, എൻ വരും. നേരത്തെ അപ്ലൈ ചെയ്ത സംഗതി തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് ബൈ എൻ മൈനസ് പി ലെസ് ദാൻ ആപ്സിലോൺ ഇസ് ഈക്വൽ ടു 1. മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അതേ സംഗതി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള അതേ സംഗതി തന്നെയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് മ്യൂ ലെസ് ദാൻ ആപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 എന്ന് അല്ലേ. അതായത് അവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ആയിരുന്നു അവിടെ മീന്. ഇവിടുത്തെ കേസിൽ എന്തല്ല മ്യൂ അല്ല മീന്, പി ആണ് മീന് എന്നറിയാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു എന്നുള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. എക്സ് ബാർ ബൈ എൻ ആണ്. നേരത്തെ അവിടെ എക്സ് ബാറിന് പകരം ഇവിടെ എക്സ് ബൈ എൻ ആണ്. ഇവിടെ നേരത്തെ അവിടെ മ്യൂവിന് പകരം ഇവിടെ എന്താണ്, പി ആണ്. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ ആപ്സിലോൺ ഇസ് ഈക്വൽ ടു 1. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് നമ്മൾ മോഡ് എക്സ് ബൈ എൻ മൈനസ് പി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആപ്സിലോണിന് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുന്നു, അതായത് റൂട്ട് പി ക്യൂ ബൈ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. നമ്മൾ സെഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് എന്താ ചെയ്യുന്നത്, ഒരു മീൻ മൈനസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ. ഇവിടെ എക്സ് ബൈ എൻ മൈനസ് പി ഡിവൈഡഡ് ബൈ റൂട്ട് പി ക്യൂ ബൈ എൻ, മീനിനെ കൊണ്ട് മൈനസ് ചെയ്തു, സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ എക്സ് ബൈ എൻ മൈനസ് പി ബൈ റൂട്ട് പി ക്യൂ ബൈ എന്നിന് പകരം എന്ത് ചെയ്യാം, സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡ് ലെസ് ദാൻ ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ. എന്താ സംഭവിക്കുന്നത്, ഈ സാധനം റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ആപ്സിലോൺ ബൈ റൂട്ട് പി ക്യൂ ബൈ എൻ എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് എൻ ന്യൂമറേറ്ററിലേക്ക് പോകും, റൂട്ട് പി ക്യൂ ഡിനോമിനേറ്ററിൽ തന്നെ നിൽക്കും. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡ് സെഡ് ലെസ് ദാൻ ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ എന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ അറിയാം, ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂൻ്റെയും പ്ലസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂൻ്റെയും ഇടയിലായിരിക്കും എന്തിൻ്റെ വാല്യൂ, സെഡിൻ്റെ വാല്യൂ ഉണ്ടാവുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് കുറച്ച് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി. പ്രോബിലിറ്റി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ലെസ് ഇൻഫിനിറ്റി, സെഡ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു 1 എന്ന് ഡയറക്റ്റ് എഴുതാം. ഇനി അങ്ങനെയല്ല, നേരത്തെ എഴുതിയ പോലെ തന്നെയാണ് എഴുതണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ 2 പ്ലസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ 1 ബൈ റൂട്ട് 2 പൈ ഇ റേസ് ടു മൈനസ് 1 ബൈ 2 സെഡ് സ്ക്വയർ ഡി സെഡ് ഇസ് ഈക്വൽ ടു 1. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നെ. അതായത് മൈനസ് ആപ്സിലോൺ റൂട്ട് എൻ ബൈ റൂട്ട് പി ക്യൂ എന്ന് പറയുന്നതിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം റൂട്ട് എൻ ടെൻസ് ടു മൈനസ് റൂട്ട് എൻ ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആവും. മുകളിലുള്ള പ്ലസ് റൂട്ട് എൻ ടെൻസ് ടു പ്ലസ് ഇൻഫിനിറ്റി ആവും. ബാക്കിയുള്ള 1 ബൈ റൂട്ട് 2 പൈ ഇ റേസ് ടു മൈനസ് 1 ബൈ 2 സെഡ് സ്ക്വയർ ഡി സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ അതിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ എന്ത് പറയാൻ പറ്റും, എക്സ് ബൈ എൻ ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് പി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. എക്സ് ബൈ എൻ പിയുടെ ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാൻ പറ്റും. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള അതേ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്. ഇതുതന്നെയാണ് അടുത്ത പ്രോബ്ലത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
show that the sample median is a consistent estimator for the population mean of normal distribution. സാമ്പിൾ മീഡിയൻ എന്താണ് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം കാണിക്കണം. അപ്പോൾ നമ്മൾ മീഡിയനെ MI എന്നാണ് ഞാൻ മീഡിയനെ വിളിക്കുന്നത്. MI ഈസ് ദ മീഡിയൻ ഓഫ് സാമ്പിൾ X1, X2, X3, etc. Xn ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ ആയിട്ടുള്ള ഒരു നോർമൽ പോപ്പുലേഷനാണ് നമ്മൾ MI എന്ന് പറയുന്ന മീഡിയൻ എന്ത് ചെയ്തത് സെലക്ട് ചെയ്തത്. അപ്പം മീഡിയൻ ടെൻസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് വേരിയൻസ് അല്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ റൂട്ട് പൈ ബൈ റൂട്ട് 2n. സിഗ്മ റൂട്ട് പൈ ബൈ റൂട്ട് 2n ആണ് അതിൻ്റെ എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മീഡിയനും മീനും തമ്മിലുള്ള ഡിഫറൻസ് മോഡ് മീഡിയൻ മൈനസ് മീൻ ലെസ് ദാൻ ആപ്സിലോൺ ഇസ് ഈക്വൽ ടു 1. പ്രോബിലിറ്റി ഓഫ് മോഡ് മീഡിയൻ മൈനസ് മീൻ ലെസ് ദാൻ ആപ്സിലോൺ ഇസ് ഈക്വൽ ടു 1. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം മോഡ് MI മൈനസ് മ്യൂ ബൈ സിഗ്മ റൂട്ട് n ബൈ റൂട്ട് 2n എന്ന് വരും. സിഗ്മനെ ഈ ആപ്സലോണിനെ അതുപോലെ എന്ത് ചെയ്യുന്നു, സിഗ്മ റൂട്ട് പൈ ബൈ റൂട്ട് 2n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആപ്സിലോൺ ഇൻറ്റു റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് പൈ എന്ന് എന്ത് ചെയ്യും കിട്ടും. ഇവിടെ ഈ ഒരു ലൈൻ എക്സ്ട്രാ ആണ്, ഈ ലൈൻ ഇവിടെ എക്സ്ട്രാ ആയി പോയതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അങ്ങനെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ സെഡിന് പകരം നമ്മൾ സെഡ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെഡ് ഈസ് ഈക്വൽ ടു മീഡിയൻ മൈനസ് മ്യൂ റൂട്ട് 2n ബൈ സിഗ്മ പൈ അല്ലേ. അതായത് ഈ സാധനത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, സെഡ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുക, മീഡിയൻ മൈനസ് മ്യൂ ബൈ ഇൻറ്റു റൂട്ട് 2n. ഇൻറ്റു റൂട്ട് 2n ആണ് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ റൂട്ട് 2n എന്താവും, ഇൻറ്റു റൂട്ട് 2n ഡിവൈഡഡ് ബൈ സിഗ്മ റൂട്ട് പൈ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അതായത് പ്രോബിലിറ്റി ഓഫ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് z ലെസ് ദാൻ ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് പൈ വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് മോഡ് z ലെസ് ദാൻ എനി നമ്പർ എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ വാല്യൂ മൈനസ് ആ നമ്പറിൻ്റെയും പ്ലസ് നമ്പറിൻ്റെയും ഇടയ്ക്കായിരിക്കും എന്നുള്ളത് അറിയണ പോലെ തന്നെ ഇവിടെ മോഡ് z ലെസ് ദാൻ ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് പൈ ആയതുകൊണ്ട് z ബിറ്റ്വീൻ മൈനസ് ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് പൈ ആൻഡ് ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് പൈ. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് എഴുതുമ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മൈനസ് ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് n ലെസ് ദാൻ z ലെസ് ദാൻ ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് n വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. നേരത്തെ ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം. ഇത് തന്നെയാണ് മറ്റേ ഇതിന് തൊട്ട് മുന്നേ എഴുതിയ നമ്മൾ വേണം വിശദമായിട്ട്. ഇത് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി പറഞ്ഞിട്ട് ഇൻ്റഗ്രലൊക്കെ കൊടുത്തിട്ട് മൈനസ് ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് പൈ ഇവിടെയും ആപ്സിലോൺ റൂട്ട് 2n ബൈ സിഗ്മ റൂട്ട് പൈ. അതുപോലെ ഈ സെഡിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇവിടെ എഴുതുക. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റെപ്പ് നേരിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതിയാലും നമുക്ക് ആൻസർ കിട്ടും. നേരത്തെ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ ആ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഒന്നിൽ ആ സ്റ്റെപ്പ് ഫുള്ളായിട്ട് എഴുതിയിട്ട് ഒന്നാം സ്റ്റെപ്പ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്, സൈഡിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ അത് നോക്കിയിട്ടതാ, ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് എന്ത് ചെയ്യാം, എഴുതാം. ഇനി ആ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെങ്കിലും ഡയറക്റ്റ് ചെയ്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആൻസറിലേക്ക് എത്തി. നമ്മുടെ ആൻസർ പറയുന്നത് എന്താണ്, മീഡിയൻ അഥവാ MI ഈസ് ദ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. MI എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആണ് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് T ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, ടി എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആണ്. അതിനാണ് ടി സ്ക്വയർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ. ടി എന്ന് പറയുന്നത് തീറ്റേൻ്റെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ ടി സ്ക്വയർ എന്ന് പറയുന്നത് തീറ്റ സ്ക്വയറിൻ്റെ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം.
അപ്പോൾ സിൻസ് ടി ഈസ് എ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ, നമുക്ക് തന്ന കാര്യം അതാണ്. ടി എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. അപ്പോൾ കൺസിസ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മോഡ് ടി മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ ടെൻസ് ടു 1. അതായത് എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടിയും തീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ 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 കുറഞ്ഞു വരും എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്ററിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ പഠിച്ചൊരു കാര്യം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തുകയാണ്. നമുക്ക് അറിയുന്ന കാര്യത്തിൽ ചെറിയ ചേഞ്ചസ് വരുത്തുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് എന്ത് ചെയ്യുന്നു, മോഡ് ടി മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൈനസ് ആപ്സിലോണിൻ്റെയും പ്ലസ് ആപ്സിലോണിൻ്റെയും ഇടയ്ക്കായിരിക്കും ടി മൈനസ് തീറ്റേൻ്റെ വാല്യൂ എന്നാണ്. നമ്മളിപ്പോൾ സെഡിൻ്റെ കേസ് പറഞ്ഞു അല്ലേ. മോഡ് സെഡ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സെഡ് ബിറ്റ്വീൻ -2 ആൻഡ് +2 എന്നാണ് എന്നറിയാം. അതുപോലെ ഇതും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും ടെൻസ് ടു 1. ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഇനിക്വാളിറ്റീനെ മൊത്തത്തിൽ തീറ്റേനെ കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പം മൈനസ് ആപ്സിലോണിൻ്റെ കൂടെ ഒരു തീറ്റ ആഡ് ചെയ്താൽ മൈനസ് ആപ്സിലോൺ പ്ലസ് തീറ്റ, അതിനെ വേണമെങ്കിൽ തീറ്റ മൈനസ് ആപ്സിലോൺ എന്ന് വിളിക്കാം. ഇനി ടി മൈനസ് തീറ്റേൻ്റെ കൂടെ പ്ലസ് തീറ്റ ആഡ് ചെയ്താൽ അവിടെ ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ആപ്സിലോണിൻ്റെ കൂടെ തീറ്റ ആഡ് ചെയ്താൽ തീറ്റ പ്ലസ് ആപ്സിലോൺ വിത്ത് ടെൻസ് ടു 1. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ആ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള, അതായത് പ്രോബിലിറ്റീൻ്റെ ഉള്ളിലുള്ള ആ ഇനിക്വാളിറ്റീനെ മൊത്തത്തിൽ ഞാൻ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് തീറ്റ മൈനസ് ആപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ ടി സ്ക്വയർ ലെസ് ദാൻ തീറ്റ പ്ലസ് ആപ്സിലോൺ ഹോൾ സ്ക്വയർ. ഓക്കെ, വിച്ച് ടെൻസ് ടു 1. ഇനി മൊത്തത്തിൽ ഒരേ ഓപ്പറേഷൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൽ മാറ്റമൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് നമ്മൾ തീറ്റ മൈനസ് ആപ്സിലോൺ ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് എക്സ്പാൻഷനാണ്. തീറ്റ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സിലോൺ പ്ലസ് ആപ്സിലോൺ സ്ക്വയർ ലെസ് ദാൻ ടി സ്ക്വയർ ലെസ് ദാൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ തീറ്റ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സിലോൺ പ്ലസ് ആപ്സിലോൺ സ്ക്വയർ ടെൻസ് ടു 1. അതിൽ മാറ്റമൊന്നുമില്ല. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ആപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സിലോൺ എന്ന് വരാൻ കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, മൊത്തത്തിലൊരു മൈനസ് തീറ്റ സ്ക്വയർ ചെയ്യുന്നു. അതായത് ഫസ്റ്റത്തെ ഈ ടേമിൽ മൈനസ് തീറ്റ സ്ക്വയർ ചെയ്യുമ്പോൾ തീറ്റ സ്ക്വയറും പോവും. ബാക്കി ഉണ്ടാവുക ആപ്സിലോൺ സ്ക്വയറും 2 തീറ്റ ആപ്സിലോണാണ് ഉണ്ടാവുക. ടി സ്ക്വയറിന്ന് മൈനസ് തീറ്റ സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. തീറ്റ സ്ക്വയർ പ്ലസ് 2 ആപ്സിലോൺ തീറ്റ പ്ലസ് ആപ്സിലോൺ സ്ക്വയറിന്ന് തീറ്റ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, 2 ആപ്സിലോൺ തീറ്റയും ഒരു ആപ്സിലോൺ സ്ക്വയറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 ആപ്സിലോൺ തീറ്റ വിച്ച് ടെൻസ് ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മളത് അവിടെ വരെ എഴുതി, അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതുന്ന നോക്കിക്കേ. സിൻസ് ആപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സിലോൺ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ, നമ്മളെ തൊട്ട് മുകളിൽ എഴുതിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതായത് ആപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സിലോൺ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയറിനേക്കാൾ ചെറുതാണ് എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് താഴേക്ക് എടുത്ത് എഴുതിയതാണ്. വേറെ അതിൽ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു മാറ്റം വരുത്തുകയാണ്. അതിൽ നമ്മൾ ഓൾറെഡി ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ചെറുതും ഇത് ചെറുതും റൈറ്റ് സൈഡിലുള്ളത് വലുതുമാണ്. അതായത് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ആണ് ആപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സിലോണിനേക്കാളും എന്ത് വലുതുള്ളത്. അപ്പം ഓൾറെഡി ഈ ലെഫ്റ്റ് സൈഡിൽ ചെറുതായതുകൊണ്ട് അതിന്ന് വീണ്ടും എന്തെങ്കിലും നമ്പറും കൂടി മൈനസ് ചെയ്താലും അതെന്തായിട്ട് തന്നെ നിൽക്കും, ചെറുതായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ആപ്സിലോൺ മൈനസ് 2 തീറ്റ ആപ്സിലോണിന് ഒരു 2 ആപ്സിലോൺ സ്ക്വയർ കൂടി എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പോഴും ഈ ഇനീക്വാളിറ്റിയിൽ എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. കാരണം ഓൾറെഡി ലെഫ്റ്റ് സൈഡുള്ളത് ചെറുതാണ്, അവിടെ ഒരു നമ്പറും കൂടി മൈനസ് ചെയ്താലും അതെന്ത് തന്നെയായിരിക്കും, കൂടുതൽ ചെറുതാവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കണ്ടീഷൻ അവിടെ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ആപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സിലോൺ മൈനസ് 2 ആപ്സിലോൺ സ്ക്വയർ എന്ന് ചെയ്താലും അത് ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ തന്നെയായിരിക്കും. ഇനി അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മൈനസ് ആപ്സിലോൺ സ്ക്വയർ മൈനസ് 2 തീറ്റ ആപ്സിലോൺ എന്ന് വരും. കാരണം ആപ്സിലോൺ സ്ക്വയർ മൈനസ് 2 ആപ്സിലോൺ സ്ക്വയർ എന്ന് പറയുമ്പം മൈനസ് ആപ്സിലോൺ സ്ക്വയർ എന്നാണ് എന്ത് ചെയ്യുക വരിക, ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ. ഇനി മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് ഓഫ് ആപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സിലോൺ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച് ഈ ഇനിക്വാളിറ്റീനെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറയുന്നതിലേക്ക് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് അതിലേക്ക് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്.
അതായത് നമുക്കറിയാം ഓൾറെഡി ഇവിടെ എഴുതിയ സംഗതി തന്നെയല്ലേ ഇത് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയറിനേക്കാൾ ചെറുതാണ് മൈനസ് ഓഫ് ആപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സിലോൺ. അത് ഇവിടേക്ക് എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് മൈനസ് ഓഫ് തീറ്റ ആപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സിലോൺ ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ. മുകളിലുള്ള ഇത് അതുപോലെ തന്നെ എഴുതി ആപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സിലോൺ ടെൻസ് ടു 1 എന്ന് കിട്ടി. അതായത് ഈ മൈനസ് ഓഫ് ആപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സിലോൺ രണ്ട് സൈഡിലും ഉണ്ട്. അതിന് ഞാൻ ആപ്സിലോൺ 1 എന്ന് വിളിക്കുകയാണ്. ആപ്സിലോൺ സ്ക്വയർ പ്ലസ് 2 തീറ്റ ആപ്സിലോൺ എന്ന് പറഞ്ഞാലും വളരെ ചെറിയൊരു നമ്പർ തന്നെയാണ്. ആപ്സിലോൺ പോലത്തെ വളരെ ചെറിയൊരു നമ്പർ തന്നെയാണ് അതും. അപ്പോൾ അതിനെ ഞാൻ ആപ്സിലോൺ 1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റി എഴുതാം. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് മൈനസ് ആപ്സിലോൺ 1 ലെസ് ദാൻ ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ ആപ്സിലോൺ 1 ടെൻസ് ടു 1. ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി പ്രോബിലിറ്റി ഓഫ് നമുക്കിതിനെ മാറ്റി എഴുതി കൂടെ. മൈനസ് ആപ്സിലോൺ 1 പ്ലസ് ആപ്സിലോൺ 1 ഇടയ്ക്കാണ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ മോഡ് ഓഫ് ടി സ്ക്വയർ മൈനസ് തീറ്റ സ്ക്വയർ ലെസ് ദാൻ ആപ്സിലോൺ 1 നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. നമ്മളിത് തിരിച്ച് ഇങ്ങോട്ട് എഴുതാറുണ്ട്, അതുപോലെ അത് തിരിച്ച് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വന്നപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ അർത്ഥം എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ടി സ്ക്വയറും തീറ്റ സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് വളരെ 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 കുറവായിരിക്കും. അതാണ് കൺസിസ്റ്റൻസിൻ്റെ എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ടി സ്ക്വയർ ആൻഡ് തീറ്റ സ്ക്വയർ ആർ വെരി ക്ലോസ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം, ടി സ്ക്വയർ ഈസ് എ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറയുന്നത് തീറ്റ സ്ക്വയറിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ആണ് എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ മീൻ ഓഫ് നോർമൽ പോപ്പുലേഷൻ സാമ്പിൾ മീൻ ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീൻ എന്താണ്, സാമ്പിൾ മീഡിയനേക്കാളും എഫിഷ്യൻ്റ് ആണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. അതായത് ഒരു നോർമൽ പോപ്പുലേഷന് മീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എസ്റ്റിമേറ്റേഴ്സിൽ സാമ്പിൾ മീനാണ് സാമ്പിൾ മീഡിയനേക്കാൾ എഫിഷ്യൻ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഷോ ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ് ബാർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, സാമ്പിൾ മീനിനെ വിളിക്കുന്നത്. ക്യാപിറ്റൽ എം ആയിട്ടാണ് എന്ത്, സാമ്പിൾ മീഡിയനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ എൻ ആണെന്നും വേരിയൻസ് ഓഫ് മീഡിയൻ ഈസ് ഈക്വൽ ടു പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ആണെന്നും നമുക്ക് അറിയുന്ന കേസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, വേരിയൻസ് ഏതിനാണോ കുറവ്, വേരിയൻസ് കുറഞ്ഞാൽ അത് കൂടുതൽ എന്തായിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബയസ്ഡ് അല്ലെങ്കിൽ പോലും വേരിയൻസ് കുറവാണെങ്കിൽ അത് കൂടുതൽ എന്തായിരിക്കും, എഫിഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. അത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ നോക്കുക, സിഗ്മ സ്ക്വയർ ബൈ എൻ ആണോ പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ആണോ വലുത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പറയാൻ പറ്റും പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ആണ് എന്ത് വലുത്. കാരണം സിഗ്മ സ്ക്വയർ ബൈ എന്നിൻ്റെ ന്യൂമറായിട്ടുള്ള ഒരു പൈനെ കൊണ്ടും ഡിനോമിനേറ്ററിൽ ഒരു 2നെ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. തീർച്ചയായിട്ടും അതെന്തായിരിക്കും, വലിയൊരു നമ്പർ. അതായത് പൈ ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1നേക്കാളും വലിയ നമ്പറാണ്. അപ്പോൾ 1നേക്കാളും വലിയൊരു നമ്പർ ഇൻറ്റു ചെയ്താൽ എന്തായാലും അതിനേക്കാളും വലിയൊരു നമ്പറാണ് നമുക്ക് കിട്ടുക. അതായത് സിഗ്മ സ്ക്വയർ ബൈ എന്നിനോട് 1നേക്കാളും വലിയൊരു നമ്പർ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന ആൻസർ സിഗ്മ സ്ക്വയർ ബൈ എന്നിനേക്കാളും വലുതല്ലേ. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അതായത് വേരിയൻസ് ഓഫ് എക്സ് ബാർ ഈസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് മീഡിയൻ. വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്, വേരിയൻസ് ഓഫ് മീഡിയനേക്കാളും കുറവാണ്. അപ്പോൾ നോക്കുക, സാമ്പിൾ മീൻ ഈസ് മോർ എഫിഷ്യൻറ്റ്. അതായത് മീൻ കുറഞ്ഞാൽ എഫിഷ്യൻസി കൂടും. സാമ്പിൾ മീൻ ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീനാണ് സാമ്പിൾ മീഡിയനേക്കാളും മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ എഫിഷ്യൻസി ഓഫ് സാമ്പിൾ മീൻ റിലേറ്റീവ് ടു സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീനിനോട് റിലേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ മീഡിയൻ്റെ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നോക്കിയേ, ഇവിടെ ചെയ്തിട്ടുണ്ട് പൈ സിഗ്മ സ്ക്വയർ ബൈ 2n സിഗ്മ സ്ക്വയർ ബൈ n, അതായത് ഇൻറ്റു 100. അതായത്
സാമ്പിൾ മീഡിയൻ്റെ വേരിയൻസിനെ മീനിൻ്റെ വേരിയൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അത്രേ ചെയ്യുന്നുള്ളൂ. മീഡിയൻ്റെ വേരിയൻസ് ഇത് അവിടെ ഞാൻ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട്. പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ ബൈ n അല്ലേ. അതായത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ പൈ സിഗ്മ സ്ക്വയർ ബൈ 2n ഇൻറ്റു n ബൈ സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. സിഗ്മ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, അതുപോലെ എന്നും ക്യാൻസൽ ചെയ്യാം. ബാക്കി പൈ ബൈ 2 ഉണ്ടാവുള്ളൂ. പൈ ബൈ 2 ഇൻറ്റു 100 എന്ന് പറയുമ്പം 155.56%. അപ്പം എഫിഷ്യൻസീൻ്റെ റിലേറ്റീവ് വാല്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ 155.56 എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഏകദേശം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. ലെറ്റ് x1, x2, x3 ആർ 3 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ഫ്രം എ പോപ്പുലേഷൻ വിത്ത് മീൻ മ്യൂ. x1, x2, x3 എന്ന് പറയുന്നത് 3 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷനാണ്. ഒരു പോപ്പുലേഷൻ്റെ മീൻ മ്യൂ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ എടുത്ത 3 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻസ് ആണ് x1, x2, x3. അതിൻ്റെ ആ പോപ്പുലേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്, അതായത് നോർമൽ പോപ്പുലേഷനാണ്. അങ്ങനെയാണെങ്കിൽ T1 is equal to x1 plus x2 minus x3. അതുപോലെ T2 is equal to 2x1 plus 3x2 minus 4x3. രണ്ട് എസ്റ്റിമേറ്റുകളാണ് T1ഉം T2. അങ്ങനെയാണെങ്കിൽ ഇതിന് മ്യൂവിൻ്റെ രണ്ട് എസ്റ്റിമേറ്റേഴ്സാണ് T1ഉം T2. അങ്ങനെയാണെങ്കിൽ കമ്പയർ ദെയർ എഫിഷ്യൻസി കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്കറിയാം എസ്റ്റിമേറ്റർ ആണെങ്കിൽ എഫിഷ്യൻസി കൂടുതൽ ഉണ്ടാവുന്നത് വേരിയൻസ് കുറവുള്ളതിനായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് T1 കാണുക എങ്ങനെയാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 മൈനസ് x3, അഥവാ x1, x2, x3 ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x3, അതായത് മ്യൂ പ്ലസ് മ്യൂ മൈനസ് മ്യൂ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് T2 കാണുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3, അതായത് നമ്മൾ T2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എക്സ്പെക്റ്റേഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 എക്സ്പെക്റ്റേഷൻ ഓഫ് x1, 3 എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മൈനസ് 4 എക്സ്പെക്റ്റേഷൻ ഓഫ് x3, അതായത് 2 മ്യൂ പ്ലസ് 3 മ്യൂ പ്ലസ് 4 മ്യൂ മൈനസ് 4 മ്യൂ. ആൻസർ എന്താ കിട്ടുക? മ്യൂ ആണ് കിട്ടുക. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് T1 is equal to മ്യൂ കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് T2 is equal to മ്യൂ കിട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് T1 is equal to മ്യൂ കിട്ടി, അതിൻ്റെ അർത്ഥം എന്താ? T1 ഈസ് എൻ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് T2 is equal to മ്യൂ കിട്ടി, അതിൻ്റെ അർത്ഥം എന്താ? T2 ഈസ് എൻ അൺബൈസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. അപ്പോൾ നമുക്കിവിടെ T1ഉം T2ഉം മ്യൂയുടെ എന്താണ്, അൺബൈസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണ് എന്ന് കിട്ടി. നമ്മളോടുള്ള ചോദ്യം ആരാണ് എഫിഷ്യൻസി കൂടിയത് എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ വേരിയൻസ് കാണുന്നു, വേരിയൻസ് ഓഫ് T1 കാണുന്നു. വേരിയൻസ് ഓഫ് T1 is equal to വേരിയൻസ് ഓഫ് T1ന് പകരം x1 പ്ലസ് x2 മൈനസ് x3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ നോക്കുക, വേരിയൻസ് ഓഫ് AX മൈനസ് BY എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയൻസ് ഓഫ് AX പ്ലസ് BY നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താ? A സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ്. മൈനസ് വരുമ്പോഴും സംഭവിക്കുന്നത് അത് തന്നെയാണ്. കാരണം എന്താ? A സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബീൻ്റെ കോയിഫിഷ്യൻ്റ് അല്ല, വൈൻ്റെ കോയിഫിഷ്യൻ്റ് പറഞ്ഞാൽ മൈനസ് ബി ആണ്. മൈനസ് ബീൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്തുതന്നെയാണ് വരിക? ബി സ്ക്വയർ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ മൈനസിൻ്റെ എഫക്റ്റ് അവിടെ വരില്ല. അതായത് വേരിയൻസ് ഓഫ് AX മൈനസ് BYയും വേരിയൻസ് ഓഫ് AX പ്ലസ് BY ആണെങ്കിലും ആൻസർ കാണേണ്ടത് എങ്ങനെയാണ്? A സ്ക്വയർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് ബി സ്ക്വയർ വേരിയൻസ് ഓഫ് വൈ തന്നെയാണ്, അതിൽ മാറ്റമില്ല. അപ്പോൾ ഇവിടെ വേരിയൻസ് അപ്ലൈ ചെയ്യുമ്പോൾ x1നും x2നും x3ക്കും കോയിഫിഷ്യൻറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് A സ്ക്വയർ ചെയ്യാനൊന്നുമില്ല. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് വരിക. അപ്പം 1 സ്ക്വയർ വേരിയൻസ് ഓഫ് x1 പ്ലസ് 1 സ്ക്വയർ വേരിയൻസ് ഓഫ് x2 പ്ലസ് മൈനസ് 1 സ്ക്വയർ വേരിയൻസ് ഓഫ് x3, അതായത് എല്ലാം 1 തന്നെയാണ് വരിക. 1 ഇൻറ്റു ചെയ്യുമ്പോൾ അത് തന്നെയാണ്. ഇതുകൊണ്ട് വേരിയൻസ് ഓഫ് T1 is equal to സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3 സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. നേരെ മറിച്ച് വേരിയൻസ് ഓഫ് T2 കാണുമ്പോഴോ വേരിയൻസ് ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 എന്ന് കിട്ടും. അതായത് A സ്ക്വയർ വേരിയൻസ് ഓഫ് x1, 2 സ്ക്വയർ വേരിയൻസ് ഓഫ് x1 പ്ലസ് 3 സ്ക്വയർ വേരിയൻസ് ഓഫ് x2 പ്ലസ് മൈനസ് 4 സ്ക്വയർ വേരിയൻസ് ഓഫ് x3. അതായത് മൈനസ് 4ൻ്റെ സ്ക്വയർ കണ്ടാലും അത് പ്ലസ് 16 തന്നെ ആയതുകൊണ്ട് ആ മൈനസിൻ്റെ എഫക്റ്റ് അവിടെ വരില്ല എന്ന് നേരത്തെ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് 4 സിഗ്മ സ്ക്വയർ പ്ലസ് 9 സിഗ്മ സ്ക്വയർ പ്ലസ് 16 സിഗ്മ സ്ക്വയർ, വേർ വേരിയൻസ് ഓഫ് T2 is equal to 29 സിഗ്മ സ്ക്വയർ.
അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ക്ലിയർലി വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. വേരിയൻസ് ഓഫ് T1 3 സിഗ്മ സ്ക്വയർ ആണ്, വേരിയൻസ് ഓഫ് T2 29 സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് T1 ആണ് കുറവ്. വേരിയൻസ് കുറവുള്ളത് മോർ എഫിഷ്യൻ്റ് ആയിരിക്കും. ദെർഫോർ T1 ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ T2. T1 ആണ് T2വിനേക്കാൾ മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ റിലേറ്റീവ് എഫിഷ്യൻസി ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്ട് ടു T1. റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്ട് ടു T1 എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? വെലോസിറ്റി ഓഫ് T1 ആണ് ന്യൂമറേറ്ററിൽ, വെലോസിറ്റി ഓഫ് T2 ആണ് എന്ത് ഡിനോമിനേറ്ററിൽ. നമുക്ക് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? ഫൈൻഡ് ദ റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് സാമ്പിൾ മീൻ റിലേറ്റീവ് ടു സാമ്പിൾ മീഡിയൻ. സാമ്പിൾ മീൻ റിലേറ്റീവ് ടു സാമ്പിൾ മീഡിയൻ. അപ്പോൾ സാമ്പിൾ മീഡിയൻ ആണ് മുകളിൽ വന്നത്, സാമ്പിൾ മീൻ ആണ് താഴെ വന്നത് അല്ലേ. അതായത് റിലേറ്റീവ് ടു സാമ്പിൾ മീഡിയൻ എന്ന് പറയുമ്പോൾ സാമ്പിൾ മീഡിയൻ മുകളിലാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താ ചോദിച്ചത്? റെസ്പെക്ട് ടു T1 അല്ലേ. അപ്പം എന്താണ് T1 എന്താണ്? വെലോസിറ്റി ഓഫ് T1 എന്താണ് ഇവിടെ വന്നത്? ന്യൂമറേറ്ററിലാണ് വന്നത്. വെലോസിറ്റി ഓഫ് T2 ഡിനോമിനേറ്ററിൽ വരുന്നു. അപ്പം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 29 സിഗ്മ സ്ക്വയർ ബൈ 3 സിഗ്മ സ്ക്വയർ ബൈ 29 സിഗ്മ സ്ക്വയർ ഇൻറ്റു 100 വിച്ച് ഈസ് 10.34 എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ റിലേറ്റഡ് ടു അല്ലെങ്കിൽ റെസ്പെക്ട് ടു T1 എന്ന് പറയുമ്പോൾ അതാണ് ഇവിടെ വരേണ്ടത്, ന്യൂമറേറ്ററിൽ വരേണ്ടത് എന്നുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നേരത്തേലും റെസ്പെക്ട് ടു എന്താണ് മീഡിയൻ ചോദിച്ചപ്പോൾ മീഡിയനാണ് എന്ത് വന്നത്? ന്യൂമറേറ്ററിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ് ദാറ്റ് ഫോർ എ സാമ്പിൾ ഓഫ് സൈസ് n drawn from a normal population with a mean mu and variance sigma square. നോർമൽ പോപ്പുലേഷൻ എടുത്ത് സാമ്പിൾ സൈസ് n സാമ്പിൾ സൈസുള്ള ഒരു സാമ്പിൾ, അതിൻ്റെ മീൻ മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. പോപ്പുലേഷൻ്റെയാണ് കേട്ടോ മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ദ സ്റ്റാറ്റിസ്റ്റിക് മ്യൂ ക്യാപ്പ്, സ്റ്റാറ്റിസ്റ്റിക് മ്യൂ ക്യാപ്പ് അതായത് സാമ്പിളിൻ്റെ വാല്യൂ ആണെന്ത് മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പോപ്പുലേഷൻ്റെ വാല്യൂ അല്ല, ഇത് മ്യൂ ക്യാപ്പാണ്, വെറും മ്യൂ അല്ല. വിച്ച് ഈസ് ഈക്വൽ ടു 1/n+1 സമ്മേഷൻ i ഈസ് ഈക്വൽ ടു 1 to n xi ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ്. ആണ് മ്യൂ ക്യാപ്പാണ് മോസ്റ്റ് എഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. മോസ്റ്റ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ദാൻ എനി അതർ എസ്റ്റിമേറ്റർ. നമ്മുടെ മീനിനേക്കാളും സാമ്പിൾ മീനിനേക്കാളും അഥവാ സാമ്പിൾ മീഡിയനേക്കാളൊക്കെ എഫിഷ്യൻ്റ് ആണ് ഈ പറയുന്ന മ്യൂ ക്യാപ്പ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. എസ്റ്റിമേറ്റിംഗ് മ്യൂ ത്രൂ ഇറ്റ്സ് ബയസ്, ഇറ്റ് ഈസ് ബയസ്ഡ്. ആ ബയസ്ഡ് ആണെങ്കിൽ പോലും ഇതാണ് കൂടുതൽ എന്ത് എഫിഷ്യൻ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. അപ്പോൾ മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു 1/n+1 സമ്മേഷൻ xi, 1/n+1 സമ്മേഷൻ xi. നമ്മൾ എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു, എക്സ്പെക്റ്റേഷൻ കൊടുക്കുമ്പോൾ 1/n+1 കോൺസ്റ്റൻ്റ് അതുകൊണ്ട് പുറത്തേക്ക് പോയി. എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi, എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi. സമ്മേഷൻ xi എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ എക്സ് ബാർ കാണുമ്പം എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൽ സമ്മേഷൻ എക്സിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബാറും എന്നും കൂടി എന്ത് ചെയ്തതാണ്? മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ സമ്മേഷൻ എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം? എൻ എക്സ് ബാർ എന്ന് എഴുതാൻ പറ്റും. സമ്മേഷൻ എക്സിന് പകരം എന്ത് എഴുതാം? എൻ എക്സ് ബാർ. അതായത് 1/n+1 എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ എക്സ് ബാർ അല്ലേ. 1/n+1 എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ എക്സ് ബാർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ എക്സ് ബാർ എന്ന് പറയുമ്പോൾ എൻ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുന്നു. n ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്താണെന്ന് നമുക്കറിയാലോ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. എന്തിൻ്റെ കേസിൽ? നോർമൽ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. അപ്പോൾ അത് ഇവിടെ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു n/n+1 ഇൻറ്റു മ്യൂ എന്ന് കിട്ടി. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു മ്യൂ ആണെങ്കിലാണ് അതെന്ത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു മ്യൂ ആണെങ്കിൽ, എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ ക്യാപ്പ് ഇസ് ഈക്വൽ ടു മ്യൂ ആണെങ്കിൽ അൺബയസ്ഡ്. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് മ്യൂ ക്യാപ്പ് നോട്ട് ഈക്വൽ ടു മ്യൂ ആണ്. അതായത് മ്യൂ ക്യാപ്പ് ഈസ് ബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. മ്യൂ ക്യാപ്പ് എന്താണ്? ബയസ്ഡ് ആണ് എങ്കിൽ പോലും അതാണ് കൂടുതൽ എഫിഷ്യൻറ്റ്, മോസ്റ്റ് എഫിഷ്യൻറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്.
അപ്പം മോസ്റ്റ് എഫിഷ്യൻ്റ് ആണെങ്കിൽ വേരിയൻസ് കുറവായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് നമ്മൾ കാണുന്നു. വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് ഇസ് ഇക്വൽ ടു വേരിയൻസ് ഓഫ്, നമുക്കറിയാം മ്യൂ ക്യാപ്പ് എന്താണ്, 1/n+1 സമ്മേഷൻ xi ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഏത് സമ്മേഷൻ xiനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നു. സമ്മേഷൻ xiനെ എക്സ്പാൻഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക, nx ബാർ എന്നാണ് ഉണ്ടാവുക അല്ലേ. സമ്മേഷൻ xiനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ nx ബാർ ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് n/n+1 x ബാർ എന്ന് കിട്ടും. അതായത് സമ്മേഷൻ xiനെ നമ്മൾ nx ബാർ എന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് n/n+1 x ബാർ എന്ന് കിട്ടുന്നത്. ഈ n/n+1 കോൺസ്റ്റൻറ്റ് ടേം ആണ് അല്ലേ. വേരിയൻസ് ഓഫ് ax ഇസ് ഇക്വൽ ടു a² വേരിയൻസ് ഓഫ് x ആയതുപോലെ വേരിയൻസ് ഓഫ് n/n+1 x ബാർ എന്ന് പറയുമ്പോൾ എക്ക് പകരം n/n+1 വരും. അതായത് a² എന്ന് പറയുമ്പോൾ n/n+1 സ്ക്വയർ വേരിയൻസ് ഓഫ് x ബാർ, n/n+1 ഹോൾ സ്ക്വയർ വേരിയൻസ് ഓഫ് x ബാർ എന്ന് പറയുമ്പോൾ നമ്മൾ വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പും വേരിയൻസ് ഓഫ് എക്സ് ബാർ, വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പും വേരിയൻസ് ഓഫ് എക്സ് ബാറും നമ്മളുടെ റേഷ്യോ നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഇങ്ങനെ ഈ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ബാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും, ഡിവൈഡർ ബൈ ആവും. അപ്പോൾ ഇൻറ്റുവിനെ ഇക്വേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി, ഡിവൈഡർ ബൈ ആയി. അതായത് വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു n² ഹോൾ സ്ക്വയർ. n² ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ലെസ് ദാൻ 1, കാരണം ന്യൂമറേറ്ററിൽ ചെറിയ നമ്പറും ഡിനോമിനേറ്ററിൽ വലിയ നമ്പറും. n² വലിയ നമ്പറാണ് n+1 ഹോൾ സ്ക്വയർ. അപ്പോൾ ന്യൂമറേറ്ററിൽ ചെറുതും ഡിനോമിനേറ്റർ വലുതും ആയതുകൊണ്ട് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 എന്ന് കിട്ടി. അപ്പോൾ ഒരു റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ ഫസ്റ്റ് ന്യൂമറേറ്ററിലെ വാല്യൂ ചെറുതും ഡിനോമിനേറ്ററിലെ വാല്യൂ എന്താണ്, വലുതും ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും, ഇത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് എന്ത് എഴുതാൻ പറ്റും, വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് കിട്ടി. വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ, വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് കിട്ടിയാൽ മ്യൂ ക്യാപ്പ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ എക്സ് ബാർ. മ്യൂ ക്യാപ്പ് ആണ് എന്ത്, എഫിഷ്യൻറ്റ്, എക്സ് ബാറിനേക്കാളും കൂടുതൽ എഫിഷ്യൻറ്റ്. ഇനി വേറെയും എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ മീഡിയൻ പോലത്തെ എസ്റ്റിമേറ്റർ. ഇവിടെ നമ്മൾ മീഡിയനെയും കൂടി കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം വേരിയൻസ് ഓഫ് മീഡിയൻ നമ്മളിപ്പോൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ എഴുതിയിട്ടുണ്ട്, πσ²/2n ആണ്. വേരിയൻസ് ഓഫ് എക്സ് ബാർ നമ്മൾ എഴുതിയിട്ടുണ്ട് σ²/n ആണ്. വേരിയൻസ് ഓഫ് എക്സ് ബാർ σ²/n ആണ്. വേരിയൻസ് ഓഫ് മീഡിയൻ πσ²/2n ആണ്. വേരിയൻസ് ഓഫ് എക്സ് ബാറും വേരിയൻസ് ഓഫ് മീഡിയൻ തമ്മിലുള്ള റേഷ്യോ നമ്മൾ കാണുന്നു. അതായത് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാലും വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാൻ പറ്റും. എന്ത്, വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ σ²/n ആണ്. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 2n/πσ² ആണ്. പൈയും σ²ഉം ക്യാൻസലാവും, n ക്യാൻസലാവും, ബാക്കി ഉണ്ടാകും എന്താണ്, 2/π ആണ്. അപ്പോൾ അതാണ് ഈ 2/π. 2/π എന്ന് പറഞ്ഞാൽ എന്താ, 2 എന്ന് പറഞ്ഞാൽ പൈനേക്കാളും ചെറുതാണ്. പൈ എന്ന് പറഞ്ഞാൽ 3.14 അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലുള്ളതിനേക്കാളും ചെറുതായതുകൊണ്ട് വിച്ച് ഈസ് ലെസ് ദാൻ 1 നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് ബാർ ബൈ വേരിയൻസ് ഓഫ് എം ലെസ് ദാൻ 1 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ന്യൂമറേറ്ററിലുള്ളത് ചെറുതും ഡിനോമിനേറ്ററിലുള്ള വലുതുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വേരിയൻസ് ഓഫ് എക്സ് ബാർ ലെസ് ദാൻ വേരിയൻസ് ഓഫ് എം എന്ന് എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് മീൻ എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് മീഡിയനേക്കാളും ചെറുതാണ്. പക്ഷേ വേരിയൻസ് ഓഫ് മീനിനേക്കാളും ചെറുതാണ് വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുത് ഏതാണ്, മ്യൂ ക്യാപ്പ് ഹാസ് ദ മിനിമം വേരിയൻസ്. മ്യൂ ക്യാപ്പിനാണ് എന്തുള്ളത്, മിനിമം വേരിയൻസ് ദാൻ എക്സ് ബാർ ആൻഡ് മ്യൂ. എക്സ് ബാർ ആൻഡ് മീഡിയൻ. എക്സ് ബാറിനേക്കാളും മീഡിയനേക്കാളും ചെറിയ വേരിയൻസ് ഉള്ളത് മ്യൂ ക്യാപ്പിനാണ്. അതുകൊണ്ട് തന്നെ മ്യൂ ക്യാപ്പ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ. മ്യൂ ക്യാപ്പാണ് ഈ മൂന്നെണ്ണത്തിലെ മോസ്റ്റ് എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാം. പിന്നെ ഏറ്റവും മിനിമം പോസിബിൾ വേരിയൻസ് കിട്ടുക എപ്പോഴാണെന്ന് നോക്കുക. അതെങ്ങനെയാണ് നോക്കിക്കേ, വേരിയൻസ് ഓഫ് മ്യൂ ക്യാപ്പ് ഇസ് ഇക്വൽ ടു n/n+1 ഹോൾ സ്ക്വയർ ബൈ σ²/n ആണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് വിൽ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എന്നിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ n/n+1 ഹോൾ സ്ക്വയർ ഇൻറ്റു σ²/n വിൽ ടെൻ ടു 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മിനിമം, ദ മിനിമം പോസിബിൾ വാല്യൂ ഓഫ് വേരിയൻസ്,
ദ മിനിമം പോസിബിൾ വാല്യൂ ഓഫ് വേരിയൻസ് ആണെന്ത് മ്യൂ ക്യാപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂ ക്യാപ്പ് ആയിരിക്കും ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് പറയുന്നത്. മ്യൂ ക്യാപ്പ് ഈസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഓഫ് മ്യൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രോബ്ലമായിട്ട് അങ്ങനെ ചെയ്യാൻ മാത്രമൊന്നുമില്ല, എക്സാമ്പിളുകളാണ് ചോദിച്ചത്. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എസ്റ്റിമേറ്റേഴ്സ് വിച്ച് ആർ അൺബയസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റ്. അൺബയസ്ഡ് ആയിട്ടുള്ള എന്നാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റേഴ്സ്. രണ്ടാമത്തത് അൺബയസ്ഡ് ആൻഡ് അൺഎഫിഷ്യൻറ്റ്. അൺബയസ്ഡ് ആണ് പക്ഷെ എന്തല്ല, എഫിഷ്യൻ്റ് അല്ല, അൺഎഫിഷ്യൻ്റ് ആണ്. അതുപോലെ ബയസ്ഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ്. ബയസ്ഡ് ആണ് പക്ഷെ എന്തല്ല, എഫിഷ്യൻ്റ് അല്ല. ഈ മൂന്നെണ്ണത്തിൻ്റെ എക്സാമ്പിളുകളാണ്. നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സാമ്പിൾ മീനും അതുപോലെ മോഡിഫൈഡ് സാമ്പിൾ മീൻ സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു n/n-1 എസ് സ്ക്വയർ എന്ന് പറയുന്ന മോഡിഫൈഡ് സാമ്പിൾ വേരിയൻസും അതുപോലെ സാമ്പിൾ മീനും ഫസ്റ്റത്തെ അൺബയസ്ഡ് ആൻഡ് എഫിഷ്യൻറ്റിനുള്ള ഒരു എക്സാമ്പിളാണ്. അതുപോലെ സാമ്പിൾ മീഡിയനും അതുപോലെ 1/2 Q1 + Q2. Q1 ഉം Q2 ക്വാർട്ടൈൽസ് ആണ്, സാമ്പിൾ ക്വാർട്ടൈൽസ്. അതായത് 3 പാർട്ടായിട്ട് ഭാഗിച്ചാൽ അല്ല 4 പാർട്ടായിട്ട് ഭാഗിച്ചാൽ അതിന് 3 എന്തുണ്ടാവും, സെപ്പറേഷൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് സെപ്പറേഷൻ, സെക്കൻഡ് സെപ്പറേഷൻ, തേർഡ് സെപ്പറേഷൻ. അതിൽ ഫസ്റ്റത്തെയും സെക്കൻഡ് സെപ്പറേഷൻസ് Q1 Q2 എന്ന് പറയുന്നത്. അപ്പം 1/2 × Q1 + Q2 എന്ന് പറയുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും അതുപോലെ സാമ്പിൾ മീഡിയൻ എന്ന് പറയുന്നതും അൺബയസ്ഡും ആണ്, അൺഎഫിഷ്യൻ്റ് ആണ്. അതുപോലെ ബയസ്ഡ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ അൺഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതുപോലെ മോഡിഫൈഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇത് രണ്ടുമാണ് അതിൻ്റെ എക്സാമ്പിൾ. ജസ്റ്റ് എക്സാമ്പിൾ മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. വൺ വേർഡായിട്ടൊക്കെ ചില സമയത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദാറ്റ് ഇഫ് Tn ഈസ് എൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ. Tn എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ തീറ്റ partial derivative of log L with respect to theta is a function of Tn and theta only. അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോ തീറ്റ log L എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു Tnൻ്റെയും തീറ്റേൻ്റെയും മാത്രം ഫങ്ഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. അപ്പോൾ Tn ഈസ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. Tn എന്ന് പറയുന്നത് തീറ്റയുടെ ഒരു സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണ്. ഈ Tn ഈസ് എൻ എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ എന്നാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. അത് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അത് ഞാൻ എഴുതിയപ്പോൾ അതിൽ സഫിഷ്യൻ്റ് എന്നുള്ള വേർഡ് വിട്ടുപോയതാണ്, നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ Tn ഈസ് എ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ സഫിഷ്യൻസി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത്, L ഓഫ് x1 x2 x3 xn തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റുകളായിട്ട് എഴുതാൻ പറ്റും അല്ലേ. അതായത് L1 Tn തീറ്റ ഇൻറ്റു L2 x1 x2 x3 xn എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗ് അപ്ലൈ ചെയ്യുന്നു രണ്ട് സൈഡിലും. അപ്പോൾ log L is equal to log L x1 x2 x3 xn തീറ്റ is equal to റൈറ്റ് സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ log L1 Tn തീറ്റ അതുപോലെ log L2 x1 x2 x3 xn എന്ന് പറയും അല്ലേ. അതായത് പിന്നെ ആ ലോഗ് അപ്ലൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു തീറ്റ. അതായത് ഡോ തീറ്റ അപ്ലൈ ചെയ്യുന്നു രണ്ട് സൈഡിലും. അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും, ഡോ തീറ്റ log L1 Tn തീറ്റ അതുപോലെ ഡോ തീറ്റ log L2 x1 x2 x3 xn തീറ്റ. അപ്പോൾ അടുത്ത് ചെയ്യുമ്പം ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഈ ടേം എന്തായിട്ട് പോവും, 0 ആയിട്ട് പോവും. കാരണം ഡോ തീറ്റ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് log L2 വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ്. പക്ഷേ അതിൽ x1 x2 x3 xn എന്ന് പറഞ്ഞായതുകൊണ്ട് അതിൽ തീറ്റ ഇല്ല. അതുകൊണ്ട് ആ ടേം എന്തായിട്ട് പോവും, 0 ആയിട്ട് പോവും. ബാക്കി ആരേ ഉണ്ടാവുള്ളൂ, ഡോ തീറ്റ log L1 Tn തീറ്റ. അതായത് എന്താ കിട്ടിയത്, ഇത് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതൊരു ഫങ്ഷനാണ് വിത്ത് ഓൺലി ദ ടേംസ് Tn ആൻഡ് തീറ്റ. Tnഉം തീറ്റയും മാത്രമുള്ള ഒരു ഫങ്ഷനായിട്ട് അതെന്ത് ചെയ്തു, മാറി. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതും അത് തന്നെയല്ലേ. എന്താണ്, ഡോ തീറ്റ log L ഈസ് എ ഫങ്ഷൻ ഓഫ്
ഫങ്ഷൻ ഓഫ് ടി എൻ ആൻഡ് തീറ്റ ഉള്ളി, അങ്ങനത്തെ ഒരു ഫങ്ഷൻ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. അതോടുകൂടി ഹെൻസ് ദ പ്രൂഫ്, അതൊരു പ്രൂഫായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.